ഹായ് ഗൈസ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ തനസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താണെന്നറിയാം, കപ്പയ്ക്ക. അപ്പൊ കപ്പയ്ക്ക വീട്ടിലുണ്ടോ? ഒരു സംഭവം കാണിച്ചു തരാം. വന്നേ. ഒരു കപ്പയ്ക്ക എടുക്കുക. കപ്പയ്ക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വലിയ കപ്പയ്ക്ക, മുഴുത്ത കപ്പയ്ക്കൊന്നും വേണ്ട. ഒരു ഒരു കൊച്ചു കപ്പയ്ക്ക മതി കേട്ടോ. കൊച്ചു കപ്പയ്ക്ക എടുക്കുക. നല്ലതുപോലെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കി എടുക്കുക. വൃത്തിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പച്ചയൊന്നും ഇരിക്കരുത് കേട്ടോ, അന്നേരം കഴിക്കും. അപ്പോൾ അതൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല ഇതേണൊക്കെ കട്ട് ചെയ്ത് ഇതിനകത്തുള്ള അരിയൊക്കെ ഉണ്ടെങ്കിൽ അരിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കുക. ചില കപ്പയ്ക്കകത്ത് അരിയൊന്നും കാണത്തില്ല, എന്നാലും സാരമില്ല. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതേണക്ക് ഇതിനകത്തൊരു ചെറിയൊരു കറയുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, പ്രഗ്നൻസി ആയിട്ടുള്ളവരാരും ഈ പച്ചക്കപ്പയ്ക്ക വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക. അപ്പോൾ ഇതാണ്ട് ഇതേ കണക്ക് എടുത്ത് കഴുകി വൃത്തിയാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സംഭവം ഇതേ കണക്ക് കിട്ടും. ഇനി ഇത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പയ്ക്കകത്ത് നിന്ന് കുറേ നീര് ഇതേപോലെ കിട്ടും. അപ്പോൾ ആ നീര് നമുക്ക് വേണ്ട കേട്ടോ, നീര് നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് കപ്പയ്ക്കയുടെ ആ ഒരു നീര് പിഴിഞ്ഞ് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതാണ്ട് ഇത്രയും നീര് ഞാൻ ഇതിനകത്ത് പിഴിഞ്ഞ് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചേക്ക്, അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഇത്തിരി കടുക് പൊട്ടിച്ച് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്ത് ഉള്ളിയൊന്നും ഇട്ട് കൊടുക്കണ്ട. അതിന് പകരത്തിന് നേരിട്ട് കപ്പയ്ക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിഴിഞ്ഞ് വെച്ചേക്കുന്ന കപ്പയ്ക്കാണേ അതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമ്മുടെ ആ ഒരു എണ്ണ എല്ലായിടും എത്തത്തക്ക രീതിയിൽ സെറ്റായിട്ട് ഇളക്കി എടുക്കുക. അതിലേക്ക് ഇനി നമുക്കൊരു 4-5 കൊച്ചുള്ളി ഇതേണക്ക് കീറിയെടുത്തത്, അതായത് നമ്മൾ നീളത്തിൽ കീറിയെടുക്കുമല്ലോ കനം കുറച്ച്, അതിട്ട് കൊടുക്കുക. ഒരു 5 കാന്താരി മുളക് നല്ലതുപോലെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളകൊന്നുമില്ല, കാന്താരി മുളക് തന്നെ പറ്റും കിട്ടുക. വെള്ള കാന്താരി ആണെങ്കിൽ എരി കുറവായിരിക്കും, പക്ഷേ അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇത് ഉപ്പൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഈ കാന്താരിയുടെ ഏരിയൊക്കെ എല്ലായിടവും പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പാനാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടുക്കി പിടിക്കത്തില്ല, അതുകൊണ്ടാണ് പാൻ എടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇരുമ്പെട്ടിയാലും മതി. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല ഇതേണൊക്കെ ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചതൊന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ആ ഉള്ളിയൊക്കെ വെന്ത ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് സാധാരണ കിച്ചണിൽ നിൽക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ വെന്ത ആ ഒരു രീതി കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ആ ഒരു നല്ലതുപോലെ ഒന്ന് പതുങ്ങുന്ന ആ ഒരു ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്ത് നമ്മൾ ആ തേങ്ങയുടെ ആ ഒരു എണ്ണമയമൊക്കെ എല്ലായിടവും പിടിക്കത്തക്ക രീതിയിൽ എല്ലാം നല്ല സെറ്റായിട്ട് ഇളക്കിയെടുക്കുക. അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കപ്പയ്ക്ക മെഴുക്ക് റെഡി ആയിട്ടുണ്ട്.